രാജ്യത്തിൻ്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാകയ്ക്ക് പകരം കാവി പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് ഉത്തരവാദപ്പെട്ടവർ, ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളവർ ആ സർവകലാശാല കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സർവകലാശാല ഭരണസമിതി എന്ന നിലയിൽ സിൻഡിക്കേറ്റിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. എല്ലാവർക്കുമുള്ള അധികാരങ്ങളും ചുമതലകളും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും നമുക്കുണ്ടല്ലോ. അതനുസരിച്ച് എല്ലാവരും അവരവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല. അതിനപ്പുറത്തേക്കുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ രാജ്യത്തെ ബൗദ്ധിക കേന്ദ്രങ്ങൾ, എല്ലാ ധിഷണാ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള സംഘടിത പരിശ്രമങ്ങൾ കാവ്യവൽക്കരണത്തിലൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ കടന്നു വരുന്നു. അത് ഉത്തരവാദപ്പെട്ടവർ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മൂല കാരണമായിട്ടുള്ളത്. ഇതിപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലായി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കുട്ടികൾ പഠിക്കണം, സമാധാന അന്തരീക്ഷം ഉണ്ടാവണം, സെക്യുലർ അന്തരീക്ഷം ഉണ്ടാവണം, മതനിരപേക്ഷത നമ്മുടെ സർവകലാശാലയിൽ ഉയർത്തിപ്പിടിച്ചാലേ എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവുള്ളൂ. എല്ലാ കുട്ടികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതേതര സൗഹാർദ്ദം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ ഈ അപരവിദ്വേഷവും അസഹിഷ്ണുതയും അതിൻ്റെ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണ് സഹായകരാകുക? ഒരിക്കലും അത് സഹായകരാകില്ല. വളരെയധികം വേദനയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗണ്യമായ മുന്നേറ്റങ്ങളിലൂടെ കുതിച്ചു പായുകയാണ്. യഥാർത്ഥത്തിൽ ഈ 4 വർഷക്കാലം കൊണ്ട് 6000 കോടി രൂപ കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സർവകലാശാലയിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ലാബ് സൗകര്യങ്ങൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരീക്ഷണശാലകളായിട്ട് മാറിയിരിക്കുകയാണ്, ലാബ് കോംപ്ലക്സുകൾ. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ആഗോള റാങ്കിങ്ങിലും എല്ലാം നേട്ടങ്ങൾ ആർജിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. ഒരുപാട് പേരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് സാധിച്ചത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കി അതനുസരിച്ച് പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പരീക്ഷകളെല്ലാം കൃത്യസമയത്ത് നടത്തി റെക്കോർഡ് വേഗതയിൽ റിസൾട്ട് നൽകാൻ നമുക്ക് സാധിച്ചു. ഈ യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുന്നതിനൊക്കെ വലിയ സഹായം ചെയ്ത ആളാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ. അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇതര സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ കൂടി അംഗമായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയത്. അപ്പം നമ്മൾ നടത്തുന്ന കാലാനുസൃത പരിഷ്കാരങ്ങളൊക്കെ നല്ല നിലയിൽ നടത്തിയെടുക്കുന്നതിന് വലിയ സഹായമാണ് കേരള സർവകലാശാലയിലെ ഭരണ ചുമതല വഹിക്കുന്നവർ നൽകി വന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം ആ മികവിനായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ സഹായിക്കേണ്ട കേന്ദ്രങ്ങൾ തന്നെ ഇന്ന് സർവകലാശാലയിൽ സംഘർഷാത്മക സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഇടപെടുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. അതിൽ ദുഃഖമാണ് എനിക്കുള്ളത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നേട്ടങ്ങൾ ആർജിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനെ തുരങ്കം വയ്ക്കുന്നത് ആരായാലും അത് ശരിയല്ല എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്.